അവനെ ഉറപ്പിച്ചവനെ പുറത്തെടുക്കുകയാ. ഇന്ന് രാത്രി നിന്നെ പുറത്തെടുക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി കർത്താവ് ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് മാത്രമല്ല, നിന്റെ ദേശത്തിൽ കർത്താവ് നെടുകയും കുറുകയും ഉലാപിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നത്. കാരണം നീ നിന്റെ വീട്ടിനകത്ത് സ്വസ്ഥതയോടെ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൂതൻ നിന്റെ ദേശത്ത് ഇറങ്ങിയെന്നാ. പ്രൈസ് ദി ലോർഡ്. ദൂതൻ നിന്റെ ദേശത്തിറങ്ങിയെങ്കിൽ അതിൻ്റെ പ്രത്യേകതയാണ് നിന്റെ മുഖത്തുള്ള ചിരി എന്ന് പറഞ്ഞാൽ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഒന്ന് മുറുക്കി കെട്ടണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ മുറുക്കി കെട്ടണം എന്നറിയാമോ? ആമേൻ. അത് അഴിച്ചെടുക്കണം. ചിലരൊക്കെ ഷൂ കെട്ടണ കാണണം. ഈ കള്ളനെ പിടിച്ച് കെട്ടും പോലെയാണ്. കെട്ടി ടൈറ്റാക്കി ഓഫീസിലൊക്കെ പോകുമ്പോൾ അവിടെ സ്റ്റെപ്പിൽ കയറി ഇരുന്ന് കാലെടുത്ത് അടുത്ത കാലിൻ്റെ പുറത്ത് വച്ച് ഇത് അഴിച്ചിട്ട് ഇത് അഴിയൂ. കള്ളനെ പിടിച്ച് കെട്ടിയാൽ പിന്നെയും നമുക്ക് അഴിക്കാൻ പറ്റും. ഇതിനെ അഴിക്കാൻ പറ്റാതെ കെട്ടി അങ്ങ് മുറുക്കുക. എന്നിട്ട് എന്നറിയാമോ, അല്ല ബ്ലൈഡ് നോക്കിയിടക്ക ഇതിന് ആറത്ത് പൊട്ടിക്കാൻ. ആ കെട്ടല്ല ഉദ്ദേശിച്ചത്, മുറുക്കണം. കടുങ്കെട്ടല്ല ഉദ്ദേശിച്ചത്, മുറുക്കണം. ആ മുറുക്ക് കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിനക്ക് അഴിക്കാൻ കണക്കിനാ കെട്ടേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ആമേൻ. അടുത്തൊരു വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് എന്താ പറയുന്നത്? 6-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിനകത്ത് ആമേൻ യേശു ഒരു കാര്യം പറയുന്നു. മാർക്കോസ് സുവിശേഷം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചേ. അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്. അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്. ചെരുപ്പ് ഇട്ടുകൊള്ളാം. അവർ വഴിക്ക് എന്തെടുക്കരുത്? വടി അല്ലാതെ ഒന്നും എടുക്കരുത്. അപ്പവും പൊക്കണവും മടിശീലയും കാശും അരുത്. ചെരുപ്പ് ഇട്ടുകൊള്ളണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ദൈവകുഞ്ഞൻ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യം മനസ്സിലായോ? ആമേൻ. പഴയ കാലഘട്ടങ്ങളിൽ പിതാക്കന്മാരോട് കൽപ്പിച്ചത് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോട് പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾ എന്ത് ചെയ്യരുത്? വഴിയിൽ കാശൊന്നും എടുക്കരുത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം കരുതരുത് എന്നൊക്കെ പറഞ്ഞ് ആ അപ്പോസ്തലന്മാരെ പുറത്തേക്ക് ഇറക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, അവർക്ക് കിട്ടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ: ദൈവം അവരെ പട്ടിണിക്കിട്ടില്ല. സ്വർഗം അവരുടെ മുൻപിൽ ഇറങ്ങി വരും. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം പ്രവർത്തിപ്പാനിടയാകും. പക്ഷെ ഇവിടെ നോക്കിയേ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രൈസ് ദി ലോർഡ്. അവർ വഴിക്ക് വടിയല്ലാതെ. ഈ വടിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തൊക്കെ വടിക്ക് പ്രത്യേകത എന്നറിയാമോ? എന്തൊക്കെ പ്രത്യേകതയുണ്ട് വടിക്ക്? ഒത്തിരി പ്രത്യേകതയുണ്ട്. ഒന്ന്, ഊന്നി നടക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലർ കണ്ടിട്ടില്ലേ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഊന്നി നടക്കുന്നത്? അവരെ കണ്ട വലിയ പ്രായമൊന്നുമില്ല, എങ്കിലും ചുമ്മാ അതൊന്ന് ഊന്നി നടക്കുക. ആമേൻ. 2, ആമേൻ, പട്ടിയല്ല മരണം, ഇതിനെന്ത് ചെയ്യാം? അടിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. 3, സ്വയരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. 4, ആമേൻ, സ്തോത്രം, ആടുകൾക്ക് തീൻ കൊടുക്കാൻ ഇതിനെ ആ മരച്ചില്ലകൾ താഴ്ത്തി വയ്ക്കാൻ പറ്റും. ആമേൻ. ഇങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഈ വടി കൊണ്ട് ഗുണമുണ്ട്. അടുത്തു പറയുന്നത്, മോശയ്ക്ക് ചെങ്കടലിൽ ആമേൻ പാത ഒരുക്കിയത് ഈ വടിയാ. സ്തോത്രം. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ വടി കരുത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം എന്താണോ പറയുന്നത് അതനുസരിപ്പാൻ ജനം തയ്യാറായപ്പോൾ, ശ്രദ്ധിക്കണം, എല്ലായ്പ്പോഴും ജനം തയ്യാറാകത്തില്ല. ജനം തയ്യാറാകുമ്പോൾ ദൈവം അവരുടെ നടുവിൽ ഇറങ്ങി എന്ന് പറയും: നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് തടസ്സമായതൊന്നും എടുക്കരുത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ന കാര്യം തടസ്സമാ. പ്രൈസ് ദി ലോർഡ്. ചോദിക്കട്ടെ, ആമേൻ. ഇപ്പോൾ ഒരു പരസ്യത്തിന് വേണ്ടി എല്ലാവരും, അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന് വേണ്ടി സഹോദരന്മാർ ടീമായിട്ട് പോകുകയാണ്. എല്ലാവരുടെ ആമേൻ ബാഗിനകത്ത് ഓരോ പൊതിയുണ്ട്. ആ പൊതിക്ക് സമയമുണ്ട് ഇല്ലേ? പൊതിക്ക് സമയമുണ്ടോ? ഒരു പൊതിക്ക് സമയമുണ്ടോ? ഉണ്ട്. ഏറിയ 2 മണിക്കൂർ ബാഗിനകത്തിരിക്കും. അത് കഴിഞ്ഞാലോ ഇതിൻ്റെ വിധം മാറും. പ്രൈസ് ദി ലോർഡ്. സാമ്പാറൊക്കെ പറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പറയും, ഒരു കാര്യം ചെയ്യ്,
ലിൻഡാലിറ്റി അതിൻ്റെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എവിടെയെങ്കിലും മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കാം. ഇരുന്നിട്ട് നമുക്ക് ഈ സാമ്പാറും കൂട്ടി ഇഡ്ഡലി ഒരു പിടി പിടിച്ചാലോ? അപ്പോഴാണ് ഓമന സിസ്റ്റർ പറയുന്നത്, അല്ല അങ്ങനെ അല്ല തങ്കമ്മേൻ്റി, നമുക്ക് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകാം. ഗൂഡല്ലൂരൊക്കെ എത്തുമ്പോഴേ നമുക്ക് അവിടെ കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് രണ്ട് കാര്യം ചെയ്യാം. ഒന്ന്, ആമേൻ സ്തോത്രം, ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ. നിങ്ങളെന്താ കൊണ്ടുവന്നത്? അത് കുരുക്കുള്ളപ്പം. അതെന്താ കുരുക്കുള്ളപ്പം? പിന്നെ നിങ്ങളെന്താ കൊണ്ടുവന്നത്? പിന്നീന്ന് കുത്തുന്നത്. അതെന്താ പിന്നീന്ന് കുത്തുന്നത്? ഇതെല്ലാം പറഞ്ഞ് ഇവരൊന്ന് കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെല്ലാം കഴിച്ച ശേഷം ആമേൻ പിന്നെയാണ് നടക്കാൻ പറ്റുമോ? പിന്നെ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മരത്തിന് മുട്ടിൽ എന്ത് ചെയ്യുക? കിടക്കുക. ആമേൻ. ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഈ ആഹാരം കൊണ്ടുപോയുള്ള പ്രശ്നം. ഈ ആഹാരമാണ് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ആഹാരം ഇല്ലെങ്കിൽ ഇവർക്ക് വഴിക്ക് ദൈവം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം ഇവർ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസും സീലാസും ഫിലിപ്പോസിന്റെ ഭവനത്തിലെത്തിയപ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ ഫിലിപ്പോസിന്റെ ഭവനത്തിൽ വന്നപ്പോൾ ഫിലിപ്പോസിന്റെ തലമുറകൾ ഇവരെ ശുശ്രൂഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി വഴിവക്കിൽ ആമേൻ ചില വ്യക്തികളെ കരുതി വച്ചിട്ടുണ്ട്. അവൻ വെറും കൈയോടെ അയക്കുന്നവനല്ല. അസ്തമയത്തിന് മുൻപ് നിനക്കുള്ള ഓഹരി നിന്റെ ആമേൻ പോക്കറ്റിലേക്ക് തരാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വാസമുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രി പറയണം, ആമേൻ. വഴിക്ക് പോകുമ്പോൾ നീ എന്തെടുക്കരുത്? ഭക്ഷണപ്പൊതിയൊന്നും എടുക്കരുത്. ഇതൊക്കെ ചീത്തയായി പോകുന്നേ. ഇതൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ സ്വഭാവം വിധങ്ങളും മാറും. പിന്നെ വയറ് പറയും പൊതി തുറക്കുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ വഴിക്ക് പോകുമ്പോൾ ഇതൊന്നും എന്ത് ചെയ്യരുത്? എടുക്കരുത്. വായിച്ചേ, കുറച്ചുകൂടെ മുകളിലോട്ട് കയറുന്നു. വായിച്ചേ, 4-ാമത്തെ വാക്യം വായിച്ചേ. 4-ാമത്തെ വാക്യം. 4ഉം 5ഉം വാക്യം ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്നെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ചു സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഒന്നും ചെയ്തില്ല. ഏതാനും ചില സൗഖ്യങ്ങൾ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. മറ്റ് വീര്യപ്രവർത്തികളൊന്നും കർത്താവ് അവിടെ ചെയ്തിട്ടില്ല. എല്ലായിടത്തും വീര്യപ്രവൃത്തി നടക്കത്തില്ല. കാരണം ഒന്ന്, ഒരുക്കമുള്ള മനസ്സ്. പ്രൈസ് ദി ലോർഡ്. 2, താല്പര്യത്തോടെ ഇരിക്കുന്നവർ. മുൻവിധിയോടെ ഇരിക്കുന്നവർക്കൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. യേശു കർത്താവ് ആമേൻ അവിടെ ഇറങ്ങി ചെന്നപ്പോൾ അവിടെ കുറച്ച് മുൻവിധിയോടെ ഇരിക്കുന്ന കുറച്ചു പേരെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏതാനും ചിലരുടെ മുമ്പിൽ ഏതാനും ചിലരുടെ തലയിൽ കർത്താവിന്റെ കരം വന്ന് വീഴുവാനിടയെ. ദൈവമൈതലേ, ഇന്ന് രാത്രി ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കാൻ ഈ രാത്രി ആരെല്ലാം തയ്യാറുണ്ടോ അവരുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം അറിയാതെ ഈ ഭൂപരപ്പിൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സകലവും ദൈവം അറിയുന്നു. ഇവിടെ പറയുന്നു, ആമേൻ, ദൂതൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, നീ ആദ്യം ഒരു കാര്യം ചെയ്യണം. ആമേൻ, നീ അരകെട്ടണം. 2, നീ ചെരുപ്പിട്ട് മുറുക്കണം. 3, നീ ചെയ്യേണ്ട കാര്യം നിന്റെ വസ്ത്രം. ആമേൻ. നീ എന്ത് ചെയ്യണം? നിന്റെ വസ്ത്രം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ കിടക്കുന്ന വേറെ വസ്ത്രമൊന്നും എടുക്കരുത്. മോടിയുള്ള വസ്ത്രം വേറെ കിടപ്പുണ്ട്. നിന്റെ വസ്ത്രം മാത്രം. ഹല്ലേലൂയ. അയയിൽ വേറെയും കിടപ്പുണ്ട്. അതൊന്നും എടുത്ത് പുതച്ചുകൊണ്ട് വരരുത്. വേറെ കിടന്ന് ഉറങ്ങുന്നവരുടെ വസ്ത്രവും അവിടെ അലക്കിയിട്ടിട്ടുണ്ട്, തേച്ചിട്ടിട്ടുണ്ട്. ആമേൻ. അതൊന്നും നീ എടുക്കരുത്. നിന്റെ വസ്ത്രം മാത്രം നീ എടുത്ത് നീ പുതയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വസ്ത്രം മാത്രം പുതച്ചാൽ ഒരു കാര്യമുണ്ട്, നീ എൻ്റെ പിന്നാലെ കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൂതന്റെ പിന്നാലെ സഞ്ചരിപ്പാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി താല്പര്യമുണ്ട്? ഞാൻ ദൂതന്റെ പിന്നാലെ സഞ്ചരിക്കാൻ പോകുകയാ. ഞാൻ തീരുമാനമെടുക്കുന്നു. ഇന്നലെ വരെ, ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങുന്നത് വരെ ഞാൻ ദൂതന് മുൻപേ സഞ്ചരിച്ചു. എന്നാൽ ഇന്ന് രാത്രി ദൈവം എന്നോട് സംസാരിക്കുന്നു, ഇല്ല, എൻ്റെ വിഷയത്തെക്കാൾ എനിക്ക് ദൂതനാ വലുത്. എൻ്റെ പ്രയാസത്തെക്കാൾ എനിക്ക് ദൂതനാ വലുത്. എൻ്റെ രോഗത്തെക്കാൾ എനിക്ക് ദൂതനാ വലുത്. എൻ്റെ പ്രതിസന്ധിയേക്കാൾ എനിക്ക് ദൂതനാ വലുത്. എൻ്റെ കടഭാരത്തെക്കാൾ എനിക്ക് ദൂതന്റെ വാക്കാ വലുത്. ആ ദൂതനാര പ്രസ്തുത, അത് ദൈവത്തിന്റെ ദൂതനാണ്. ആമേൻ. അതാരാ? ദൈവം തന്നെ. ഇന്ന് രാത്രി അവൻ തന്നെ നിന്റെ അടുത്തിറങ്ങി വരും.
ശമനവരകതുനി വൈടകരാജകൽക്കനാദി. അവൻ തന്നെ ഇന്ന് രാത്രി നിന്റെ അടുക്കൽ ഇറങ്ങി വരും. അവൻ തന്നെ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ തന്നെ ഇന്ന് രാത്രി നിന്റെ അടുക്കൽ ഇറങ്ങി വരാൻ പോകുക. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ അധ്യായം അത് 2-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. പുറപ്പാട് പുസ്തകം 3:2 ഒന്ന് വായിച്ചേ. 3:2 ഒരാൾ വായിക്കാം. അടുത്തയാള് ന്യായാധിപന്മാർ 6-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചു, പെട്ടെന്ന് വായിച്ചേ. യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. എന്തുകൊണ്ടാ? മോശയുടെ അമ്മായിയപ്പന്റെ വീട്ടിൽ പ്രത്യക്ഷനായ പോരെ? ഹല്ലേലൂയ. അവിടെ പ്രത്യക്ഷമായ കാര്യമുണ്ട്. 300, വെറും 300 ആണ്. അഭിഷേകത്തിന് ശുശ്രൂഷ വലുതാ. ഇവിടെ കിടന്ന് കറങ്ങാനല്ല നിന്നെ ദൈവം ആക്കിയത്. ആമേൻ. നീ അവിടെ മിസ്രൈം വിട്ട് 40 വർഷമായി. ഇപ്പോൾ ടോട്ടൽ നിനക്ക് 80 വയസ്സായി. ഈ 80 വയസ്സിനകത്ത് എനിക്ക് നിന്നെ ഇനി തിരിച്ച് മടക്കി കൊണ്ടുപോകണം. ഇത് വിട്ടിട്ട് വന്നാൽ ഈ മുൾച്ചെടി കത്തുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? വെന്തു പോകുന്നില്ല. അതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ അഗ്നി എന്ന് പറഞ്ഞാൽ. ഈ അഗ്നിയല്ല, ഈ അഗ്നി അല്ല എവിടെ ഇറങ്ങിയത്? കർമ്മേലിന്റെ കൊടുമുടിയിൽ ഇറങ്ങിയത്. അവിടെ ഇറങ്ങിയത് വേറെ അഗ്നിയാ. സ്തോത്രം. ഈ അഗ്നിയല്ല ചെങ്കടലിന്റെ മുമ്പിൽ ഇറങ്ങിയത്. ഹല്ലേലൂയ, ആമേൻ. ദൈവവൈതലേ, ഈ അഗ്നിയല്ല പത്രോസ് കിടന്ന ആ അറയ്ക്കകത്ത് ഇറങ്ങിയ വെളിച്ചം. ഈ അഗ്നിയുടെ വെളിച്ചമല്ല, പ്രത്യേകതകളുണ്ട്. ഈ അഗ്നിയല്ല, ആമേൻ, സ്തോത്രം, ആമേൻ, ശത്രുക്കും മേശക്ക് അഭേദ്രകവും ആമേൻ അവരെ ഇട്ട തീച്ചൂള ഇതല്ല. ദൈവജനം തീ പോലെ ഇറങ്ങണമേ എന്ന് പറയുമ്പോ ശ്രദ്ധിക്കണം. പല അഗ്നികളുണ്ട് വേദപുസ്തകത്തിനകത്ത്. കത്തുന്ന അഗ്നികൾ, നരകതുല്യമായ അഗ്നികൾ, മനുഷ്യനെ ചാരമാക്കുന്ന അഗ്നികൾ. എന്നാൽ ദൈവം ഇറങ്ങുന്ന തീ ഒരിക്കലും മനുഷ്യനെ ദഹിപ്പിക്കുന്നതല്ല. മനുഷ്യനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇരട്ടി ശക്തിയോടെ അടുത്ത ശുശ്രൂഷ മടക്കി ഏൽപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ അഗ്നി. ഹല്ലേലൂയ, ആമേൻ. ഈ അഗ്നിയല്ല സോദോം ഗോമോറയിൽ ഇറങ്ങിയത്. അവിടെ ഇറങ്ങിയ അഗ്നി വേറെ. ഇന്ന് രാത്രി ദൈവം ഇറക്കുന്ന അഗ്നിക്ക് വ്യത്യാസമുണ്ട്. നശിപ്പിക്കാൻ, ആമേൻ, ഉന്മൂലനാശം ചെയ്യുവാൻ, മാനസാന്തരപ്പെടുത്തുവാൻ, വാക്കുകൾക്ക് വ്യത്യാസപ്പെടാതെ എരിയുന്ന തീച്ചുളയ്ക്കകത്തു നിന്നും പുറപ്പെടുവിച്ച ദൈവത്തിന്റെ അഗ്നി. ഈ അഗ്നിയല്ല എണ്ണച്ചട്ടിയിലേക്ക് ഇറങ്ങിയത്. ഈ അഗ്നിയല്ല പത്മോസ് ദ്വീപിൽ ഇറങ്ങിയത്. ഈ അഗ്നി ഇന്ന് രാത്രി ദൈവജനത്തിന്റെ മേൽ ഇറങ്ങാൻ പോകുകയാണ്. സ്തോത്രം. ഇത് ഇറങ്ങി കഴിയുമ്പോഴാണ് മുൾപ്പടപ്പ് കത്തുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? മുള്ളൊന്നും വേകുന്നില്ല. അവിടെ ശ്രദ്ധിക്ക, ഭൂകമ്പത്തിലും യേശുവില്ല. ഈ ഭൂകമ്പം നിന്നെ നശിപ്പിക്കാനുള്ള ഭൂകമ്പമാണ്. പക്ഷെ കർത്താവ് ഒരു ഭൂകമ്പം അയക്കും. ആ ഭൂകമ്പം അകത്തിരിക്കുന്ന പൗലോസിനെയും ശീലാസിനെയും പുറത്തു കൊണ്ടുവരുവാൻ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കി മറിക്കുന്ന ദൈവത്തിന്റെ ഭൂകമ്പം. ആമേൻ, ആമേൻ. പ്രശ്നത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ അഗ്നിയാകുന്ന ചില പ്രതിഷ്ഠകൾ നിന്റെ കുടുംബത്തിനകത്തേക്ക് ദൈവം അയക്കുന്നത് അഗ്നി ശോധന എന്ന പ്രശ്നത്തിൽ കൂടെ നിന്നെ കടത്തിവിടുമ്പോൾ നീ ശ്രദ്ധിക്കണം. അതിനപ്പുറം നിനക്കൊരു വാഴ്ക്കയുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത അപ്പുറം. മനുഷ്യൻ പറയും, എടാ നീ ഒരു തെണ്ടിയെ പോലെ നീ നടക്കുമെന്ന് പറഞ്ഞാൽ, ഈ വേദപുസ്തകം എടുത്തിട്ട് നീ ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞ ആയിരക്കണക്കിന് വരെ എനിക്കറിയാം. എൻ്റെ മുഖത്തോക്കി പറഞ്ഞവര്. ഹല്ലേലൂയ.
ഇത് എടുത്തവരെ നീ ലാസ്റ്റ് തെണ്ടിയെ പോലെ ആയി. ആരും പരസഹായം പോലും ഇല്ലാതെ വലിയ ദൂരം ഒന്നും പോകത്തില്ല എന്ന് പറഞ്ഞവനെല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കലക്ക വെള്ളത്തിൽ സ്നാനപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി ദൈവ പൈതലേ, അങ്ങനെയുള്ളവർക്കൊന്നും സ്വിമ്മിംഗ് പൂൾ കിട്ടത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ലേ റിജു, അങ്ങനെയുള്ളവർക്ക് സ്വിമ്മിംഗ് പൂൾ കിട്ടത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എന്നെ ഇങ്ങനെ പറഞ്ഞ വ്യക്തിയെ, വേറൊന്നും പറയുന്നില്ല, അങ്ങനെ പറഞ്ഞ വ്യക്തിയെ സ്തോത്രം, ഹല്ലേലൂയ, ഡാമിന്റെ ഭാഗത്തേക്ക് ഇറക്കി നിർത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. മഴയുടെ നടുവിലും നല്ല കലക്ക വെള്ളത്തിൽ കൂടെ ഡേഷൊക്കെ ഇങ്ങനെ ഒന്തി വരികയാണ്. എന്നാൽ അതിനകത്ത് നിന്നുകൊണ്ട് ഇവരെ സ്നാനപ്പെടുത്താൻ സ്വർഗം ഇടയാക്കിയെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് ഫൈറ്റ് ചെയ്യുന്നത് നിന്നോടല്ല, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തോടത്രേ. കർത്താവ് എന്താ എന്ന് രാത്രി പറയുന്നത്? ആമേൻ. ദൈവത്തിന്റെ കുഞ്ഞിനെ തൊടുന്നവൻ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. അങ്ങനെയെങ്കിൽ നിന്നോട് ഫയറ്റുന്നത് ആമേൻ നിന്നോടല്ല, നിന്നിൽ വ്യാപരിക്കുന്ന, നിന്നിൽ ദൈവം വച്ചിരിക്കുന്ന ദൈവകൃപ അഭിഷേകത്തോടാ വെല്ലുവിളിക്കുന്നത്. ദൈവം സഹിക്കത്തില്ല, ദൈവം അടങ്ങിയിരിക്കത്തില്ല. ഏത് പ്രോസസ്സിൽ കൂടെയാണോ ദൈവം നിന്നെ കടത്തി അയക്കുന്നത്, അതേ പ്രോസസ്സിൽ കൂടെ ദൈവം നിന്നെ പുറത്തെടുക്കുമെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ ചില പ്രോസസ്സിൽ കൂടെയൊക്കെ ദൈവം കടത്തിവിടുന്നത് നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ദൈവം നിന്നെ ഉദ്ധാരണത്തിൽ കൂടെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ പണിയാൻ വേണ്ടിയാ. ചില കഷ്ടതകളും ചില വേദനകളും ചില വിഷമങ്ങളും ചില തീരാവ്യാധികളും ചില ഞെരുക്കങ്ങളും ചില ഭാരങ്ങളും നിന്റെ മുമ്പിൽ വരുന്നത് നിന്നെ പരാജയപ്പെടുത്തി കളയാൻ, ഈ രക്ഷപ്പെട്ട് മാറിപ്പോകാൻ വേണ്ടി അല്ല, നിന്നെ എന്നേക്കുമായി ഒരു പണിതെടുക്കുവാൻ എത്രേ ചില കഷ്ടതയിൽ കൂടെ ദൈവം നിന്നെ കയറ്റി അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഈ കഷ്ടം സാരമില്ലെന്നേ, ഇതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നേ. ഈ കഷ്ടം സാരമില്ല, നീ അരകെട്ടിക്കോ, നീ ചെരുപ്പിട്ട് മുറുക്ക്, നിന്റെ പുതപ്പെടുത്തി പുതയ്ക്ക്, സമയമില്ല, ഇറങ്ങിക്കോ. ഇന്ന് രാത്രി സമയമില്ല, ഇറങ്ങിക്കോ എന്നൊരു ശബ്ദം വരുന്നുണ്ട്. എത്രയോ ദിവസമായി നീ ഇറങ്ങെന്ന് പറഞ്ഞിട്ടും ഇറങ്ങാതിരിക്കുന്ന ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ മുഴങ്കാൽ മടക്ക്, ദൈവ ശബ്ദത്തിന് വേണ്ടി നീ ചെവി കൊടുക്ക്. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ പ്ലാന്. ദൈവം നിന്നോട് പറയുന്ന കാര്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6:12 വരുമ്പോൾ അവിടെ ഒരു ദൂതൻ ഇറങ്ങുന്നുണ്ട്. ആമേൻ. ആ ഗിദയോന്റെ മുമ്പിൽ ഒരു ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങുന്നുണ്ട്. ഇതിനകത്തെ ഗിദയോന്മാരെ, നിങ്ങളുടെ നടുവിൽ ഇറങ്ങുന്നൊരു ദൂതനുണ്ടെന്ന് രാത്രി. വായിച്ചേ, ആ അധ്യായത്തിലേക്ക് വരാം. 6:12. പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ദൂതൻ, ആമേൻ, സ്തോത്രം, ഗിദയോന് പ്രത്യക്ഷനായിട്ട് പറയുക, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഉറപ്പ് കൊടുക്കുകയാ. ഇന്ന് രാത്രി നിന്നോട് കൂടെയുള്ളവൻ ലോകത്തെ ജയിച്ചവനാണ്. നിന്നോട് കൂടെയുള്ളവൻ മരണത്തെ ജയിച്ചവനാണ്. നിന്നോട് കൂടെയുള്ളവൻ രോഗത്തെ ജയിച്ചവനാണ്. നിന്നോട് കൂടെയുള്ളവൻ പാപത്തെ ജയിച്ചവനാണ്. നിന്നോട് കൂടെയുള്ളവൻ രോഗം ശീലിച്ചവനാണ്. നിന്നോട് കൂടെയുള്ളവൻ പ്രപഞ്ചത്തിന്റെ നായകനാണ്. നിന്നോട് കൂടെയുള്ളവൻ അത്യുന്നതനാണ്. നിന്നോട് കൂടെയുള്ളവൻ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാണ്. നിന്നോട് കൂടെയുള്ളവൻ ഇന്ന് രാത്രിയിലും വിടുവിക്കുന്നവനാണ്. നിന്നോട് കൂടെയുള്ളവൻ അത്യുന്നതനാണ്. അവൻ ഉന്നതൻ മാത്രമല്ല, അവൻ അത്യുന്നതനാണ്. അവൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ വിഷയത്തിന് വേണ്ടി അവൻ പ്രവർത്തിപ്പാൻ ശക്തനാണ്.
ആമേൻ. നിന്റെ പ്രാർത്ഥനാ വിഷയം ഒരു തുരുമ്പ് തകിട് ദ്രവിച്ചു പോകുന്നത് പോലെ ഒരിക്കലും എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നിന്റെ പ്രാർത്ഥനാ വിഷയം ദ്രവിച്ചു പോകത്തില്ല. നിന്റെ പ്രാർത്ഥനാ വിഷയം ഇന്ന് രാത്രി അത് ദ്രവിക്കത്തില്ല. അത് എപ്പോഴും സഞ്ചരിക്കുന്ന പാസഞ്ചർ ട്രെയിനേക്കാൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കരഞ്ഞതും നീ പ്രാർത്ഥിച്ചതുമായ വിഷയത്തിന് മറുപടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? നിന്റെ വിഷയം അത് തീർന്നിട്ടില്ല. പ്രവർത്തിച്ചില്ലേ, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, ഞാൻ കരഞ്ഞതല്ലേ, ഞാൻ ഉപവസിച്ചിട്ടില്ലേ, എന്തുകൊണ്ടാണ് എന്റെ വിഷയം നിവർത്തിക്കാത്തത്? ദൈവമൈതലേ, നിന്റെ വിഷയം നിവർത്തിക്കാൻ സമയമായി. നീ അരകെട്ടി, നീ ചെരുപ്പിട്ട് മുറുക്കി, നിന്റെ പുതപ്പെടുത്ത് നീ പുതച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ നീ തയ്യാറാക. ഐ ആം റെഡി ഫാദർ, മൈ ഗോഡ്, ഐ ആം റെഡി എന്ന് പറയാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ സന്ദർശിക്കുന്ന രാത്രിയാ. ശബരപരകഥന വൈഡകരാജകൽക്കലാതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി അവൻ വലിയ ദൈവമാണ്. അവൻ പറയുക, ഗിദെയോനേ, നിന്റെ കൂടെ ഞാനുണ്ട്. ആമേൻ. ഫെലിസ്ത്യരെ തകർക്കാൻ, യെബൂസ്യരെ തകർക്കാൻ, ആമേൻ, ഇന്ന് രാത്രി നിന്റെ കൂടെ ഞാനുണ്ട്. ഹല്ലേലൂയ. പിന്നെ എന്താ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരില്ലെങ്കിലും പ്രശ്നമില്ല. ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്നേഹിതന്മാരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും, നീ മരിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞാൽ മരിച്ചു. ഇന്നേക്ക് 30 വർഷം മുമ്പ് ഞാൻ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. മരിച്ചില്ലായിരുന്നെങ്കിൽ, നീ മരിച്ചില്ല എന്ന് കേട്ട് നാക്ക് വായ്ക്കാത്തിടത്തില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ മരിച്ചത് കൊണ്ടാ നിങ്ങൾ നെളിഞ്ഞെന്ന് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ മരിച്ചില്ലായിരുന്നു എങ്കിൽ ഈ ചോദ്യം ചോദിച്ചിട്ട് നാക്കകത്തിടത്തില്ല. കാരണം ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ഇരിക്കുന്നവർ മരിച്ചവരാണെങ്കിൽ നിനക്ക് വേണ്ടിയത് പ്രാർത്ഥനയാ. സ്തോത്രം. നിന്റെ പ്രാർത്ഥന ഇന്ന് രാത്രി തീനാളത്തെക്കാൾ ശക്തമേറിയ നിലയിൽ ഉയർന്നു വരട്ടെ. കർത്താവേ, നീ എൻ്റെ മുറിയിൽ തീ പോലെ ഇറങ്ങണമെന്ന് പറയരുത് കേട്ടോ. തീ പോലെ ഇറങ്ങണമെന്ന് പറയരുത് കേട്ടോ. ഹല്ലേലൂയ. ഏതാ തീ എന്ന് മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാൻ. തീ പലതുമുണ്ട്. ഏത് തീ ആണെന്ന് നോക്കി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവമൈതലേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരരുത്. കർത്താവ് ഇത് എണ്ണ പോലെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഏത് എണ്ണ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നീ പ്രാവ് പോലെ ഇറങ്ങാൻ പറഞ്ഞാൽ പ്രാവ് പല രീതിയിലുണ്ട്. ഏത് പ്രാവിന് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, ഒരാൾ പറയാം, കർത്താവിന്റെ ദാസനെ ഞാൻ പ്രാർത്ഥിച്ചു, ആമേൻ, സ്തോത്രം, ആമേൻ, എൻ്റെ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി തരാൻ എന്താ വൈകുന്നത്? ഞങ്ങൾക്ക് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ആമേ, കർത്താവ് നീ പ്രാവ് പോലെ ഇറങ്ങി വരണമേ. കർത്താവ് എപ്പോഴേ ഇറങ്ങി ചിറകിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. സംസാരിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. കാരണം പ്രാവല്ലേ, ഇങ്ങനെ ചിറകിട്ട് അടിച്ചുകൊണ്ട് നിൽക്കുക. എന്ത് സംസാരിക്കാനാ പ്രാവ്? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, എന്താ പ്രാവ് സംസാരിക്കും? പ്രാവ് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? പ്രാവ് ആരെങ്കിലും ഒന്ന് കൊത്തിയിട്ടുണ്ടോ? പ്രാവ് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് കുറുവിയിരിക്കും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി പറയേണ്ടത്, കർത്താവേ, നീ കാര്യസ്ഥനായ എൻ്റെ മുറിക്കകത്തിറങ്ങണം. എൻ്റെ കാര്യത്തിന് പരിഹാരകനായി നീ എൻ്റെ മുറിക്കകത്തിറങ്ങണം. ഇന്ന് റിജുവിന്റെ കയ്യെ ആമേൻ ഞാൻ പിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്താൽ അവൻ അറിയാം എന്നെ പിടിച്ചിരിക്കുന്നത് അവൻ അഭിഷക്തനാണ്. അതുകൊണ്ട് അവൻ ചോദിക്കത്തില്ല എങ്ങോട്ട് പോകണമെന്നല്ല ചോദിക്കേണ്ടത്. ആമേൻ, അവൻ എൻ്റെ പിന്നാലെ വരും. കാരണം അവനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. റോഡിന്റെ തിരക്കനുസരിച്ച്, അതിന്റെ വീതി അനുസരിച്ച്, അതിന്റെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഫുട്പാത്ത് അനുസരിച്ച് ഞാൻ അവനെ ചേർത്ത് പിടിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോ നിങ്ങളുടെ കുഞ്ഞിനെ ഏത് കയ്യിലാ പിടിക്കുന്നത്? ചിലർ പറയാ, ഞാൻ എൻ്റെ കുഞ്ഞിനെ വലത്തെ കയ്യിൽ പിടിക്കും. തെറ്റ് പറ്റിപ്പോയി. സ്തോത്രം. വലത്തെ കയ്യിൽ പിടിച്ചാൽ കുഞ്ഞ് റോഡിൽ നടുക്ക് കയറി നടക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ പിടിക്കുന്ന കൈ ഏതാ? നമ്മുടെ സൈഡ് ഏതാ? ഇടത് സൈഡാണോ? അങ്ങനെയെങ്കിൽ കുഞ്ഞിനെ ഇടത്തെ കയ്യിൽ പിടിക്കുക. അവൻ നേരെ ഫുട്പാത്തിൽ കയറി നടക്കും. സ്തോത്രം,
ഹല്ലേലൂയ. എന്ന് രാത്രി പറ, എന്റെ ജീവിതത്തിൽ കാര്യസ്ഥനായി ഇറങ്ങണം. ദൂതൻ ഇറങ്ങിയിട്ട് പറയാ, പത്രോസേ നീ അരകെട്ട്, 2 നീ ചെരുപ്പിട്, 3 നീ അതിനെ മുറുക്കി കെട്ട്, 4 നിന്റെ പുതപ്പെടുത്ത് നീ പുതച്ചുകൊണ്ട് എന്റെ പിന്നാലെ വാടാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണോ പാസ്റ്റർ? അതാണ് റൈറ്റ്. ഇന്ന് രാത്രി അതാണ് ചെയ്യേണ്ടത്. നാമേ സ്തോത്രം. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് അതിന്റെ വ്യക്തതയിൽ വെളിപ്പെടട്ടെ, വ്യക്തതയിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. ആമേൻ, ഹല്ലേലൂയ. അല്ലാതെ പാട്ടുകാരൻ എന്നോ പാടിയതുപോലെ കുറുകി ഞരങ്ങും കുറുംപ്രാവേ നീണം വരാൻ സമയമായെന്ന് പറഞ്ഞതുപോലെ കുറുകിയിരിക്കുള്ളൂ. ഈ പ്രാവൊന്നും പറയത്തുമില്ല. കുറുകിയിരിക്കുക നേരത്തെ വന്നിവിടെ കുറുകയാണ്. ഇന്ന് രാത്രി അങ്ങനെ ഏതെങ്കിലും കുറുകൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കുറുക്കൽ മാറ്റിക്കൊള്ളണം. കാര്യസ്ഥനായി എന്നെ ബോധപ്പെടുത്തുന്ന, എന്നെ പ്രബോധിപ്പിക്കുന്ന, എന്നെ നടത്തുന്ന, എന്നെ നയിക്കുന്ന, എന്നെ ഉപദേശിക്കുന്ന ഒരു നല്ല ഒരു ഉപദേഷ്ടാവായി, ഒരു കാര്യസ്ഥനായി എന്റെ പിന്നാലെ എന്നെ പിടിച്ചുകൊണ്ട് നിന്റെ പിന്നാലെ വരാൻ എന്നെ നീ അനുവദിക്കുന്ന ദൈവമാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നോക്കിക്കേ, 9-ാമത്തെ വാക്യം വായിച്ചേ. 9-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 12:9 വായിച്ചേ. അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നുവെന്ന് നിരൂപിച്ചു. വന്ന് നിൽക്കുന്നത് ആരെന്ന് പോലും താൻ അറിഞ്ഞില്ല. കാരണം നല്ല ഉറക്കത്തിൽ 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസിന് വേറെ എന്താ പറയാനുള്ളത്? സ്തോത്രം, ആമേൻ. ഒരു സ്വപ്നം കാണുന്നത് പോലെ. ആമേൻ. ഒരാൾ രാത്രി സ്വപ്നം കണ്ടു, സാക്ഷി പറയാ പള്ളിയിൽ. പാസ്റ്റർ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ സീർട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല സ്വപ്നമല്ലേ? സ്വപ്നം നല്ലതല്ലേ? അതും ഞായറാഴ്ച രാവിലെ. അത് പൈശാചിക ബന്ധനമാണ് പാസ്റ്റർ. അത് ആരുടെ നമ്മളടുത്ത് പറയാം പൈശാചിക ബന്ധനമാണെന്ന്. പുള്ളി വീട്ടിൽ നിന്ന് എണീറ്റ് കടയിൽ പോയി സിഗരറ്റ് വാങ്ങിയെന്നല്ല, വീട്ടിൽ നിന്ന് എണീറ്റപ്പോഴേ പോക്കറ്റ് സിഗരറ്റ് ഇട്ടുകൊണ്ടാണ് പോയത്. അതെവിടെ നിന്ന് കിട്ടി? അതെവിടെ നിന്നാ കിട്ടിയേ? അപ്പൊ അത് പൈശാചികമാണോ? ആമേൻ. അത് ദർശനമാണോ? ദർശനമല്ല, താൻ കരുതിക്കുട്ടി പോയതാ. ഹല്ലേലൂയ, ആമേൻ. പല ദർശനങ്ങളുണ്ട്, പല ദർശനങ്ങൾ. ദർശനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പ്രൈസ്. പ്രാർത്ഥിക്കാതെ കിടക്കുമ്പോൾ കാണുന്ന ദർശനമൊക്കെ ഉണ്ട്, അതൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങുന്നവർ കാണുന്ന ദർശനം ഇതുപോലെയാ. ദൂതൻ, ആമേൻ, അവൻ പിന്നാലെ ചെന്ന് ദൂതൻ മുഖാന്തരം സംഭവിച്ചത് ആമേൻ വാസ്തവം എന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. താൻ നടക്കുക, ദൂതന്റെ പിന്നാലെ നടന്നു പോവുകയാണ്. നടന്നു പോയി താൻ ഗേറ്റെല്ലാം കടക്കാനുള്ള സമയമായി. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അസാധ്യമായ കാര്യങ്ങൾ ഇന്ന് രാത്രി ദൂതൻ നിന്റെ മുമ്പിൽ ചില ഗേറ്റുകൾ തുറക്കാൻ പോകുകയാണ്. സ്തോത്രം. ഒരു ദൂതൻ എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി 1,85,000 പേരെ വെട്ടി വീഴ്ത്താൻ ഒരു ദൂതന് കഴിഞ്ഞെങ്കിൽ, ദൈവകുഞ്ഞെ, എങ്ങനെയായിരിക്കും വെട്ടി വീഴ്ത്തിയത്? നിന്നുകൊണ്ടാണോ? നമുക്ക് വിചാരിക്കും പറന്നുകൊണ്ടായിരിക്കും, അല്ലേ? സ്തോത്രം. അത്ര കരുത്തനായ ദൂതൻ. ആമേൻ. നിന്റെ ചെറിയ വിഷയം ആ ദൂതനിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സർവശക്തൻ, ഹല്ലേലൂയ, ഈ രാത്രി റെഡിയായി നിൽക്കുക. നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളെ ഇന്ന് രാത്രി ചില പ്രതിസന്ധിക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ, നിങ്ങൾ റെഡിയാണെങ്കിൽ ചില പ്രതികൂലത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ശക്തനാണ്. ചില പ്രതിസന്ധിക്കകത്ത് നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ആമേൻ. നമ്മൾ റെഡിയാണെങ്കിൽ
ആമേൻ നിനക്ക് വേണ്ടി ഒരുക്കുന്നതല്ല. ഹല്ലേലൂയ. വലിയ വഴികളാണ്. പ്രൈസ് ദി ലോർഡ്. ചെറിയ വഴിയല്ല കേട്ടോ. ദൂതൻ നിന്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വഴികൾ ദൈവം ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നുണ്ട്. അത് നിസ്സാര വഴിയല്ല. നീ ചെരുപ്പ് നല്ലവണ്ണം മുറുക്കിക്കോ. ആമേൻ. ഓടാൻ തയ്യാറാകാൻ വേണ്ടിയല്ല, എൻ്റെ പിന്നാലെ നടന്നു വരണം. ഞാൻ വയ്ക്കുന്ന സ്റ്റെപ്പുകൾ നീയും സ്റ്റെപ്പ് അതുപോലെ വയ്ക്കണം. ശകലം പോലും ബാക്കിലോട്ട് പോകരുത്. ആമേൻ. ബാക്കിലോട്ട് പോയാൽ നിനക്ക് എൻ്റെ വേഗതയിൽ നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് ഈ മതിൽ കെട്ട് ചാടിക്കടക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എൻ്റെ വേഗതയിൽ നീ നടക്കണമെങ്കിൽ ചെരുപ്പിനെ നീ മുറുക്കി കെട്ടണം. ഇന്ന് രാത്രി എൻ്റെ വേഗതയിൽ നിനക്ക് നടക്കണമെങ്കിൽ നീ ചെരുപ്പൊന്ന് മുറുക്കി കെട്ടണം. എങ്കിൽ മാത്രമേ നിനക്കൊന്ന് നടക്കുവാൻ കഴിയത്തുള്ളൂ. പല പ്രാവശ്യം നടക്കാൻ ആഗ്രഹിച്ചിട്ടും നിനക്ക് കഴിയാത്ത കാര്യം പലയിടത്തും നീ ബാക്കിലോട്ട് പോയി. നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ ബാക്കിലോട്ട് പോയി. നിനക്ക് തീരുമാനത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. നീ പ്രതിസന്ധിയിലേക്ക് പോയി. പ്രൈസ്. എന്റെ ശബ്ദം കേട്ടിട്ടും നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നീ ബാക്കിലോട്ട് പോയി. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ ഇരിക്കുന്നില്ല. അതുകൊണ്ട് ആ പ്രതിസന്ധി നിന്നെ ബാക്കിലോട്ട് കൊണ്ടുപോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, പത്രോസേ നീ ഒരു കാര്യം ചെയ്തോ, ചെരുപ്പിട്ട് മുറുക്കിക്കോ. ഹല്ലേലൂയ. ചെരുപ്പിട്ട് മുറുക്ക്. ഇന്ന് രാത്രി വഴികൾ തുറക്കാൻ ദൈവത്തിന്റെ സന്നിധി. ദൈവ പൈതലേ, നീ ചെരുപ്പിട്ടൊന്ന് മുറുക്കുന്നില്ല, ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോകുക. ഹല്ലേലൂയ. ഈ രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നീ റെഡിയാണെന്ന് പറ. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുന്നു. ദൈവം ഇന്ന് രാത്രി നീ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് നിന്നെ പ്രമോട്ട് ചെയ്യുന്നൊരു ദൂതൻ നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ആഗതനായിട്ടുണ്ട്. നിന്നെ വേറൊരു സ്തോത്രം സ്ഥാനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊരു ദൂതൻ നിന്റെ മുൻപിൽ നിൽപ്പുണ്ട്. ആ ദൂതനാക്കി നീ ഏൽപ്പിച്ചു. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ റെഡിയാണ്. നിന്റെ ഹിതം പോലെ എന്നിൽ പ്രവർത്തിക്കണമേ. എനിക്ക് പറയാനൊന്നുമില്ല, നിന്റെ പ്രവൃത്തി അതുപോലെ സംഭവിക്കട്ടെ. ദൂതന് മാത്രമേ കഴിയത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. ദൂതൻ ഇന്ന് രാത്രി പറയാൻ കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, ആമേ പഴയ നിയമത്തിൽ മാത്രം പ്രൈസ് ദി ലോർഡ് 273 പ്രാവശ്യം ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 273 പ്രാവശ്യം. ആമേൻ. സ്തോത്രം. ദൂതന്മാരെ കുറിച്ച് മോശ 5 പുസ്തകത്തിനകത്ത് മാത്രമല്ല, ഹല്ലേലൂയ, യോശുവയുടെ കാലഘട്ടങ്ങളിലും, ആമേൻ സ്തോത്രം, ഗിദെയോന്റെ കാലഘട്ടങ്ങളിലും, ഹിസ്കിയാവിന്റെ കാലഘട്ടങ്ങളിലും, ഹല്ലേലൂയ, എഗസ്കേലിന്റെ കാലഘട്ടങ്ങളിലും ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയാം, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടില്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയൊരു ജീവന്റെ ഉറവയെ എനിക്ക് വേണ്ടി ദൂതൻ തുറക്കുമെന്ന് രാത്രി. രോഗോപശാന്തിയോടെ അവൻ ഉദിച്ചു വരുന്ന രാത്രി അത്രേ. ആമേൻ. സ്തോത്ര. ആമേൻ. മനുഷ്യൻ അവന്റെ കണ്ണിൽ ആശ്ചര്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, ആമേൻ, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടില്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയൊരു ജീവന്റെ നദി ഇന്ന് ചില ദേശത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നേ, പ്രാർത്ഥിച്ചുകൊണ്ട് പോ. ആമേൻ. നിയോഗത്തോടെയാണ് നീ കാൽ ചവിട്ടിയെങ്കിൽ ചിലതൊക്കെ നിയോഗം വെളിപ്പെടാൻ പോകുക. നിയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമില്ല. സ്തോത്രം. ആമേൻ. നീ അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നീ പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. പുറത്തു പോകുമ്പോൾ നിന്റെ ആവശ്യം എന്താണ്, അത് നിന്റെ മുറിക്കകത്തിരുന്ന് കർത്താവിനോട് പറഞ്ഞ് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം, ആമേൻ സ്തോത്രം, 19-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ദൂതൻ ഏലിയാവിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരിക. വായിച്ചാട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ജനമെല്ലാം എണീറ്റപ്പോ ഒരു ദൂതൻ ഇറങ്ങി ഒരു നിരത്ത
ഒന്നും നോക്കിയില്ല. അയ്യോ ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ ജോലിക്ക് വന്നതാണ്, അയ്യോ ഞാൻ ഇവിടുത്തുകാരനല്ല, നോക്കാൻ വന്നതാണ്. എല്ലാത്തിനെയും അരിഞ്ഞു വീഴ്ത്തി. സ്തോത്രം. എന്നാൽ തൻ്റെ ജനത്തെ ദൈവം സൂക്ഷിച്ചു, പ്രൊട്ടക്റ്റ് ചെയ്ത് വച്ചു. മനസ്സിലായി? ഒറ്റ രാത്രി ജനം രാവിലെ നേരം പുലർന്നപ്പോൾ ജനം അങ്ങ് ഇറങ്ങി നോക്കിയപ്പോൾ എല്ലാം നിരന്ന് കിടക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 33, 34 കൂടെ ഒന്ന് വായിച്ചേ. 33, 34. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയില്ല. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ടോ? ഈ നഗരത്തെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പാർക്കുന്നവരെ ഞാൻ സൂക്ഷിക്കും. പക്ഷെ എൻ്റെ ജനത്തിന് വിരോധമായി നിൽക്കുന്നതിനെ ഒരു സൈഡിൽ നിന്നേ കട്ട് ചെയ്യും. കണ്ടില്ലേ ചിക്കൻ കടയിൽ കട്ട് ചെയ്യുന്നത്? ഏത് വേണം ഐറ്റം? 2 കിലോയോ അല്ലെ 2.5 കിലോയോ? ഇത് പോരാ, 3 കിലോ വരട്ടെ. മുട്ടക്കോഴി ഉണ്ടോ? വരട്ടെ. ഇത്ര തന്നെ. എത്ര? 500, 510 അല്ലേ? ഓക്കെ. ഇതിലങ്ങോട്ടെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒറ്റ കട്ടിങ്ങാ. ഒരു ദയവില്ലാതെ കട്ട് ചെയ്ത് ഒരു ബാസ്ക്കറ്റിനകത്തിടും. അത് കിടന്ന് 2 ചാട്ടം ചാടിയിട്ട് പരിപാടിയൊക്കെ തീരും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു സെക്കൻഡ് കൊണ്ട് കട്ട് ചെയ്ത് കണ്ടുണ്ടോ? ചിക്കൻ കടയിൽ പോയിട്ട് കണ്ടിട്ടുണ്ടോ കട്ട് ചെയ്യുന്നത്? ഒറ്റ വര, ഇങ്ങനെ ഒറ്റ വര. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു വര വരച്ചത് കട്ട് ചെയ്ത് അതിനകത്തിട്ടെങ്കിൽ അപ്പോൾ നോക്കൂ എത്ര ഞരമ്പുകൾ അറ്റുപോകുന്നറിയാമോ? ചങ്ക് വരെ ഒറ്റ വരയിൽ കട്ട് ചെയ്ത് മാറുകയാ. ഒരു മനുഷ്യന്റെ കത്തിക്ക് ഇത്ര മൂർച്ചയുണ്ടെങ്കിൽ, അത് ഒരു വരയിൽ അതിൻ്റെ ആഴം വരെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു സ്ഥലത്തിറങ്ങിയാൽ, കർത്താവ് ഒന്ന് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്നേ അരിയും. എത്ര വലിയ കോഴിയാണെങ്കിലും എത്ര വലിയ ചാട്ടം ഉണ്ടെങ്കിലും ഒരൊറ്റ വര. നമ്മൾ പറയാല്ലേ തലവരയെന്ന്. ഈ വര കഴുത്തിലേക്ക് വരയ്ക്കുമ്പോൾ ചങ്കും അറ്റ് രക്തക്കുഴലും അറ്റ് അതിൻ്റെ കഴുത്തിൻ്റെ ഏറ്റവും ആ എല്ല് വരെ കട്ടായി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. കാര്യം അതൊരു മനുഷ്യൻ വരച്ചെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ 1,85,000 പേരെ ഒറ്റ രാത്രി കൊണ്ട്, രാത്രി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ശ്രദ്ധിക്കൂ. സ്തോത്രം. 12 മണി മുതൽ നോക്കാം. 12, 1, 2, 3, 4 ഈ 3-4 മണിക്കൂറിനകത്ത് വച്ച് എല്ലാ ജനവും ഉറങ്ങിക്കിടക്കുകയാ. തൻ്റെ ജനത്തെ ഉറക്കിക്കിടത്തിയിട്ട് അവിടെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളായിരിക്കുന്ന ജനത്തിന് വിരോധമായി പൊങ്ങി വന്നിരിക്കുന്ന ചില ജാതിക മണ്ഡലങ്ങളെ ദൂതനിറക്കി സ്വർഗം വെട്ടിമാറ്റുകയാ. എണ്ണി തിട്ടപ്പെടുത്തി 1,85,000 പൂർത്തീകരിച്ചു. സ്തോത്രം. ആമേൻ. ശിംശോൻ ഇറങ്ങി. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയപ്പോൾ അവൻ ഒരു കഴുതയുടെ പച്ച താടിയിൽ എടുത്ത് കുന്ന് 1, കുന്ന് 2 എന്ന് പറഞ്ഞ് കൊയ്ത് കൂട്ടി. സകല മിഥ്യാന്യരെയും യെബൂസ്യരെയും കൽദേറിന്റെ ശക്തികളെയും കൊയ്ത് കൂട്ടാൻ ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ദൂതൻ മുഖാന്തരം ഇറങ്ങി വന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം ഏതെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി വില കൊടുക്കുന്നവനെ സ്വർഗം ഇന്ന് രാത്രി ആദരിക്കുന്ന രാത്രി അത്രേ. സ്തോത്രം. ദൈവം ഒരു മനുഷ്യനെ വളർത്താൻ തുടങ്ങിയാലേ ആർക്കും തടയാൻ കഴിയില്ല. സ്തോത്രം. ദൈവം ഒരു മനുഷ്യനെ ഉയർത്താൻ തുടങ്ങിയാൽ ഹല്ലേലൂയ ആർക്കും അതിനെ തടയാൻ കഴിയില്ല. ആമേൻ. നിനക്ക് വേണ്ടി ആമേൻ. ദൈവവൈദ്യലെ നിനക്ക് വേണ്ടി, റിജു നിനക്ക് വേണ്ടി സ്തോത്രം. ദൂതൻ ഇറങ്ങുമെങ്കിൽ നിനക്ക് വേണ്ടി മധ്യസ്ഥയ്ക്ക് സംസാരിപ്പാൻ ദൂതൻ ഇറങ്ങിയാൽ നീ ഇപ്പോൾ നിൽക്കുന്ന സീറ്റ് മാറും. ഇപ്പോൾ നിൽക്കുന്ന സീറ്റ് ദൈവം മാറ്റി മേൽത്തരമായൊരു സീറ്റ് തരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇപ്പോൾ നീ നിൽക്കുന്നത് രണ്ടാമത്തെ റൗണ്ടിനകത്ത് കയറി നിൽക്കുക. ഇത് പോരാ, ഇനി റൊട്ടേറ്റായി വരണം. ദൂതനൊന്ന് കറങ്ങി വരികയാ. നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ദൂതൻ കറങ്ങി വരികയാ. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാ പിന്നെയും പറയുന്നു, ഏൽപ്പിച്ചുകൊട്. ഹല്ലേലൂയ,
ഹല്ലേലൂയ ഏൽപ്പിച്ചുകൊണ്ട് ആമേൻ നിനക്ക് വേണ്ടി സംസാരിപ്പാൻ, ദേശത്തിൽ സംസാരിപ്പാൻ. ഹല്ലേലൂയ സ്തോത്രം. ചിലയിടത്തുനിന്ന് ഇറങ്ങുമ്പോഴാ ദൈവം ചിലതൊക്കെ ഹല്ലേലൂയ ശ്രേഷ്ഠകരമായി മാനിക്കുന്നത്. ഒന്ന് ഇറങ്ങുമ്പോഴാ ദൈവം ചിലതൊക്കെ ശ്രേഷ്ഠകരമായി മാനിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഋജു പ്രാർത്ഥിച്ചോ. ആമേൻ. 2025 കഴിയും മുമ്പേ നിന്റെ സീറ്റിന് മാറ്റാൻ പോകെ ദൈവം. പ്രൈസ് ദി ലോർഡ്. മേൽത്തരമായ ചില നന്മയുടെ വഴിയിലേക്ക് ദൈവം ഒന്ന് മാറ്റിപ്പണിയാൻ പോകുക. അപ്പൊ ഹൃദയത്തിൽ പറയാ, പാസ്റ്ററേ ആമേൻ സ്തോത്രം, കേറിയതേ ഉള്ളൂ, ഇനി ഒരു മാറ്റമോ? ദൂതൻ പറ, ഇറങ്ങ്, ആരൊക്കെ കേട്ട് ആമേൻ ചെരിപ്പിട്ട് മുറുക്ക്, നിന്റെ പുതപ്പെടുത്ത് നീ പുതയ്ക്ക്, എന്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞാൽ മേൽത്തരമായ ഒരു ഹോസ്പിറ്റൽ, എല്ലാ സ്പെഷ്യാലിറ്റിയും ഉള്ള ഹോസ്പിറ്റലിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ 100 പേരുണ്ടാകും. ഹല്ലേലൂയ. അത് നീ ഉണ്ടാക്കിയ സാക്ഷ്യമാണ്. ഈ രാത്രി ദൈവം പറയുന്നു, ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുക്ക്. വരും നാഴികയ്ക്കകത്ത് ദൈവാത്മാവ് അത്ഭുതം ചെയ്യാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ആ 8-ാം വട്ടത്ത് കിടന്ന് കറങ്ങാനൊന്നും അല്ല കേട്ടോ നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുക്കും മേലെ ഹല്ലേലൂയ. 8-ാം വട്ടത്ത് കിടന്ന് ചുരുങ്ങാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചത്, അതുക്കും മേലെ സ്തോത്രം. ആമേൻ. ദൈവം ചില മേൽത്തരമായ രാജ്യങ്ങളിലേക്ക് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുത്തോ. ഈ ദിവസങ്ങളിൽ ചില മിനിറ്റുകൾ, ചില നിമിഷങ്ങൾ ദൈവത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ ഈ നാളുകൾ തയ്യാറാകുമെങ്കിൽ, അവസരങ്ങൾ ദൈവത്തിൽ ഒരുക്കുമെങ്കിൽ, ദൈവം ചില കാര്യങ്ങൾ ചന്തമായി ചെയ്യുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. വായിക്കുന്ന ഒരു വാക്യം കൂടെ ഇന്ന് രാത്രി വായിക്കുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോഴും 16-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും 8-ാം വാക്യവും 9-ാം വാക്യവും 16-ന്റെ 3, 8, 9, 7-ന്റെ 1 വായിച്ചാട്ടെ. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയിലെ ദൂതന്മാർ നിൽക്കുക. നിന്റെ മേൽ അടിക്കുന്ന ഈശാനമൂലൻ, പ്രതികൂലമെന്ന കാറ്റ്, പ്രതിസന്ധി എന്ന കാറ്റ്, അത് നിന്റെ രാജ്യത്തോ പട്ടണത്തോ അടിക്കാതിരിക്കാൻ ദൂതന്മാർ കാറ്റിനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. പട്ടം പറത്താൻ പിള്ളാര് നിൽക്കുന്നത് പോലെ. സ്തോത്രം. തൻ്റെ ജനത്തെ സൂക്ഷിപ്പാൻ, തൻ്റെ ജനത്തെ പരിപാലിപ്പാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് ആമേ കൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി നോക്കിക്കേ, അതിൻ്റെ ശേഷം ഭൂമിയുടെ മേലും കടലിൻ്റെ മേലും ഏതൊരു വൃക്ഷത്തിൻ്റെ മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 അറ്റവും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും അവൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഭൂമിക്ക് അത് ആയുസില്ല ഇതിനെ തകർത്ത് കളയാൻ. ആമേൻ. അടുത്തതാ വലിയ കാറ്റ് വരാൻ പോകുന്നു. സ്തോത്രം. നോക്കിക്കോ, 2025 കഴിയും മുമ്പേ ഭൂമിക്ക് പോലും താങ്ങാൻ കഴിയാത്ത, വൃക്ഷങ്ങൾക്ക് പോലും താങ്ങാൻ കഴിയാത്ത, എത്ര പൈലിംഗ് ചെയ്ത് ഭൂമിക്കടിയിലേക്ക് പാറയിൽ തുരന്നിട്ട് ഹൈറ്റിൽ വച്ചിരിക്കുന്ന ഫ്ലൈറ്റിന് പോലും താങ്ങാൻ കഴിയാത്ത തലത്തിൽ കാറ്റ് വീശാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. 30-40 കിലോയുള്ള മനുഷ്യനെ ഈ കാറ്റിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഒരു കരയിലേക്കാളും വേഗത്തിൽ പറന്നു പോകത്തക്ക തലത്തിലുള്ള കാറ്റ് ശക്തമായി വീശാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. ശബലവരഗതുനി വൈഡകരാജകൽക്കനാദി. ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രി ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി വാദിച്ചു നിൽക്കുന്ന, നിനക്ക് വേണ്ടി വാദിക്കുന്ന, നിന്റെ ദേശത്തിന് വേണ്ടി വാദിക്കുന്ന, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നീ ഇരിക്കുന്ന പട്ടണത്തിൽ ഇറങ്ങി നിൽക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഈശാനം മൂലം എത്ര ശക്തിയോട് അടിച്ചാലും ആമേൻ തൻ്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൂതൻ നിൽപ്പുണ്ട്. എന്നാൽ മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. മറ്റൊരു മുദ്രയുമായി ഒരു ദൂതൻ കയറി. കിഴക്ക് നിന്നവൻ ഭൂമിയില് സമുദ്രത്തിലും സ്തോത്രം കൂടി വ്യാപരിക്കുന്നതും അധികാരവും ലഭിച്ച 4 ദൂതന്മാരോടും ഇന്ന് രാത്രി നീ പോലും അറിയാതെ ചിലത് അധികാരം ലഭിച്ചു വരികയാ. പക്ഷെ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ തൊടാൻ, നിന്റെ തലമുറയെ തൊടാൻ, നിന്റെ കുടുംബനാഥനെ തൊടാൻ, ശുശ്രൂഷയെ തൊടാൻ, നിന്റെ മിനിസ്ട്രിയെ തൊടാൻ, നിന്റെ ഉപജീവനത്തെ തൊടാൻ, നിന്റെ ആയുസ്സിന് കേടുവരുത്താതെ ദൈവദൂതനെ കൽപ്പിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. കാറ്റ് ശക്തമായി അടിക്കട്ടെ, പേടിക്കണ്ട കേട്ടോ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി